ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടൻസ് മിൽക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. പൊതുവേ നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒക്കെ കടയിൽ നിന്നായിരിക്കും വാങ്ങുന്നത്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട്, അതും വീട്ടിൽ തന്നെ വളരെ ചെലവ് കുറഞ്ഞ രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഈ റെസിപ്പി കണ്ടതിന് ശേഷം ഉടനെ ട്രൈ ചെയ്തതിനു ശേഷം ഈ റെസിപ്പി ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല അടിത്തട്ടുള്ള പാത്രം തന്നെയായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരം നോൺ സ്റ്റിക് പാൻ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ പാൽ അടുക്കി പിടിച്ചു പോയി ഇതിന് ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ പാല് നല്ലപോലെ തിളച്ചു വരണം. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന 500 ml ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ലോ ഫാറ്റ് ആയാലും കുഴപ്പമില്ല, ഫുൾ ഫാറ്റ് ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് തിളച്ചു വരുന്ന സമയത്ത് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ പിന്നെ അടുക്കി പിടിച്ചു. ഇപ്പോൾ നോക്കിക്കൊടുക്കുക, നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2/3/4 കപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ കണക്കിലാണ് 10 ടേബിൾ സ്പൂൺ 2 ടീസ്പൂൺ ആണ്. ഇനിയിപ്പോൾ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും പാലിൻ്റെ നിറമൊക്കെ മാറാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത് നിൽക്കുവാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലും വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അടുത്ത് നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഈ പാത്രത്തിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വടിച്ചു കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് എനിക്ക് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഈ ഒരു സ്റ്റേജിലാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയ തരികളൊക്കെ കാണാൻ സാധിക്കും. അത് കണ്ടിട്ട് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് തണുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് പാകത്തിന് സെറ്റായി കിട്ടും. അതുവരെയും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് തണുക്കുന്നവരെ നമ്മളിത് സ്പാറ്റില കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ വീട്ടിലുള്ള സ്പൂൺ കൊണ്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് തണിഞ്ഞ് വരുമ്പോഴേക്കും നല്ല സ്മൂത്ത് ആയിട്ട് കണ്ടൻസ് മിൽക്കൊക്കെ കടയിൽ വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. സാധാരണ ഇതിലേക്ക് പലരും ബേക്കിംഗ് സോഡ ചേർക്കാറുണ്ട്. പക്ഷെ ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ എനിക്ക് കണ്ടൻസ് മിൽക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഇരിക്കുന്നത് തോന്നി. അതുകൊണ്ട് ഞാൻ ചേർത്തില്ല എന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. അത് ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തിക്നെസ് കുറവാണോ എന്ന് തോന്നിപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.